ഈ ബിഗ് ബോസ് ഷോയ്ക്കകത്തെ ഈ നമ്മുടെ രേണുവെ എന്തുകൊണ്ടാണ് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും 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 എടുത്തിട്ട് പറയുകയാണ്. ഒരു 100 ഇൻ്റർവ്യൂവിൽ രേണു പറഞ്ഞിട്ടുണ്ട് സ്പ്രേയുടെ കാര്യം. അയ്യോ 2 വർഷമായിട്ട് മലയാളികളെ മൊബൈൽ തുറന്നാൽ കേൾക്കുന്ന കാര്യങ്ങൾ മാത്രം രേണുസുതി പറയുന്നത്. രേണുസുതി അവിടെ എന്ത് കണ്ടന്റ് കൊടുക്കുന്നു? രേണുസുതി അവിടെ എന്താ ചെയ്യുന്നത്? ബിഗ് ബോസിൽ പോയിട്ട് ഈ പഴയ കാര്യങ്ങൾ മാത്രം പറയുക. നാട്ടിൽ ഇൻ്റർവ്യൂ ഇവിടെയായിരുന്നപ്പോൾ ഇൻ്റർവ്യൂ പറയുന്ന കാര്യങ്ങൾ തന്നെ അവിടെ പോയി വീണ്ടും വീണ്ടും പറയുക. ഈ സ്പ്രേയുടെ കാര്യത്തെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലായതാണ് അല്ലേ? ഈ സ്പ്രേ അങ്ങനെയാണെന്നും മറ്റുള്ളവർക്ക് ദുർഗന്ധം പോലെ തോന്നുന്നുവെന്നും അവർക്ക് മാത്രം അത് നല്ലൊരു പെർഫ്യൂം അവർക്ക് അതിൻ്റെ ഒരു ഓർമ്മ നിലനിർത്താനൊക്കെയാണ് എല്ലാം നമ്മൾ കേട്ടതാ. ഇത് വീണ്ടും ഇത് തന്നെ പറഞ്ഞാൽ ഇത് മനുഷ്യർക്ക് ബോറടിക്കില്ലേ? അപ്പോൾ ഇതാണോ ബിഗ് ബോസ് ഷോ? ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും ബിഗ് ബോസിൽ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാമെന്നാണ് ഇവരുടെയൊക്കെ വിചാരം. ഇതെന്തൊരു ഗെയിമാണ്? ഇതൊരു ഗെയിമായിട്ട് ഒരിക്കലും നമുക്കിതിനെ കാണാൻ പറ്റുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ അവരൊരു കർശന നിർദ്ദേശം വെക്കണം. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇതിനകത്ത് പറയാൻ പാടില്ല. ഇതെന്നാ നമ്മളെന്താ മനുഷ്യരെന്നാ വിഡ്ഢികളാണോ? ഈ രേണു സുധീരെ സ്പ്രേയെക്കുറിച്ചും അവരുടെ വീട്ടിലെ ട്രോഫിയെക്കുറിച്ചും അല്ലെ അവരുടെ വീടിനെക്കുറിച്ചും അല്ലെ അവരുടെ മക്കളെക്കുറിച്ചും അല്ലെ ഈ പറഞ്ഞ പോലെ അവരുടെ ഫാദറിനെയും മദറിനെയും ചേച്ചിയെയും കുറിച്ചും അല്ലെ അവരുടെ മൊത്തം പേഴ്സണൽ കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യാനാണോ ബിഗ് ബോസ് ഉള്ളത്? ആണോ? സോഷ്യൽ മീഡിയ മൊത്തം 2 വർഷമായിട്ട് ചർച്ച ചെയ്ത് പിന്നീട് 3-4 മാസമായിട്ട് റെഗുലർ ചർച്ചയായിരുന്നു. അത് പോരെ? ഇതിന് മാത്രം ചർച്ച ചെയ്യേണ്ട നമ്മുടെ ഈ ലോകം എടുത്താൽ ഇതുപോലൊരു ഫാമിലി ചർച്ച കാണത്തില്ല. അത്ര മാത്രം ചർച്ചയായിരുന്നു കുറച്ച് നാളുകളായിട്ട്. അയ്യോ എന്തൊക്കെ കേൾക്കണം. അത് കഴിഞ്ഞല്ലോ. മാറ്റർ കഴിഞ്ഞ കാര്യം പിന്നെയും പിന്നെ എടുത്തിട്ട് വീണ്ടും എടുത്തിടുമ്പോൾ ഇത് ജനങ്ങൾക്ക് ബോറായിട്ട് തോന്നത്തുള്ളൂ. ബിഗ് ബോസ് ഷോയിൽ ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ല. ചോദിച്ചു കഴിഞ്ഞാലും അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, അതിനെക്കുറിച്ച് എന്ത് പറയണം? ഒരാളുടെ ശരീരത്തിലെ വേർപ്പ് കൊണ്ടുപോയി സ്പ്രേ ഉണ്ടാക്കിയ കഥകളും അത് വന്ന ശേഷം ലക്ഷ്മി നക്ഷത്രം ഇഷ്ടം പോലെ വ്യൂസ് ഉണ്ടാക്കി കാശുണ്ടാക്കിയ കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇത് പരമബോർ. ഇങ്ങനെയൊന്നും അല്ല ഇത്. ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഗെയിം ഷോ എന്ന് പറയുന്നത് അതൊരു നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവരതിൻ്റെ നിലവാരം മാറ്റണം. അല്ലാതെ രേണു സത്യം പറഞ്ഞ ബിഗ് ബോസിൽ പോയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണോ രേണു? എന്തെങ്കിലും ഉണ്ടാക്കി ചുമ്മാ അവിടെ അടിപിടി കൂടുന്ന ഒഴിച്ചു കഴിഞ്ഞാൽ അല്ലെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകുന്നില്ല അല്ലേ? നമുക്കവരാരോട് ഒരു പകയോ വിദ്വേഷമോ ഒന്നുമില്ല.